നമസ്കാരം. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഇഡ്ഡലി അധികം വന്നാൽ അതുപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇഡ്ഡലി ഉപ്പുമാവ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ ഇഡ്ഡലി 10 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 10 ഇഡ്ഡലി ഉപയോഗിച്ച് 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലുള്ള ഇഡ്ഡലി ഉപ്പുമാവ് തയ്യാറാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതിൽ നിന്നും 1-2 ഇഡ്ഡലി വീതം എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയിടുക. ഏകദേശം 15-20 സെക്കൻഡ് നേരം ഇതിങ്ങനെ വെള്ളത്തിൽ മുക്കിപ്പിടിക്കണം. അതിനുശേഷം ഇഡ്ഡലി കയ്യിലെടുത്ത് അധികമുള്ള വെള്ളം കളയുന്നതിനായിട്ട് ചെറുതായിട്ടൊന്ന് പിഴിയുക. പിന്നീട് ഇഡ്ഡലി കയ്യിലെടുത്ത് കൈകൊണ്ട് തിരുമ്മി ഉടച്ചെടുക്കുക. തീരെ നൈസായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് റഫായിട്ട് ഉടച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ എല്ലാ ഇഡ്ഡലിയും വെള്ളത്തിൽ മുക്കിയ ശേഷം ഉടച്ചെടുക്കുക. സമയം ലാഭിക്കുന്നതിനായിട്ട് 2-3 എണ്ണം ഒരുമിച്ച് വെള്ളത്തിൽ കുതിർത്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ മുഴുവൻ ഇഡ്ഡലിയും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. നമുക്കിനി ഇഡ്ഡലി ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുക. പിന്നീട് ഉഴുന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഏകദേശം 10-15 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുക. വളരെ പെട്ടെന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കുക. അതോടൊപ്പം തന്നെ 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അല്പം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം. കുക്കിംഗ് പഠിച്ചു വരുന്നവരെ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വഴട്ടിയെടുക്കുക. ഈ പരുവത്തിന് വേണം ഇത് വഴട്ടിയെടുക്കാൻ. ഗോൾഡൻ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വഴട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരുന്ന ഇഡ്ഡലി ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേണം ഇളക്കാൻ. ഇഡ്ഡലി ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. നിങ്ങൾക്കിത് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഡ്ഡലിപ്പൊടി കൂടി ചേർത്ത് ഇളക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇഡ്ഡലി ഉപ്പുമാവ് ചൂടോടുകൂടി തന്നെ വിളമ്പാൻ ശ്രദ്ധിക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.